ഇപ്പോൾ മലയാളത്തിലും ഇന്ത്യൻ സിനിമയിലും ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് യഷ് നായകനായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് തന്നെയാണ്. ഇന്നത്തെ ദിവസം ടോക്സിക് ഇങ്ങനെ വൈറലാകാൻ കാരണം ഗീതു മോഹൻദാസ് ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന രംഗങ്ങൾ കണ്ടു തന്നെയാണ്. നമ്മൾ മലയാളികൾ പല രീതിയിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ എത്തുകയാണ്. ഗീതു മോഹൻദാസ് ഇങ്ങനെയൊക്കെ ഒരുക്കിയത് ഞെട്ടലോടെയാണ് അവർ കാണുന്നതും. യഷ് ചിത്രം ടോക്സിക്കിന്റെ പുതിയ വീഡിയോ സിനിമാ ലോകത്ത് വലിയ ചർച്ച ആയിരിക്കുകയാണ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസിനെത്തുന്ന യഷ് ചിത്രത്തിൽ വലിയ പ്രതീക്ഷകളുണ്ട്. എന്നാൽ യഷിന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രോയായ പുതിയ വീഡിയോ പല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ പാക്ഡ് ട്രെയിലർ പലർക്കും ഇഷ്ടമായി. എന്നാൽ ഇത് കണ്ട് പഴകിയ ഇൻട്രോ ആണെന്നും KGFനെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ KGF ആണ് ഏറ്റവും ഗംഭീരം, അതിന്റെ അടുത്തൊന്നും മുട്ടി നിൽക്കാൻ ആർക്കും കഴിയില്ല എന്ന അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആരാധകരും എത്തുന്നുണ്ട്. ടീസറിലെ ഇന്റിമേറ്റ് രംഗവും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സംഭവമാണ്. ഫിലിം മേക്കർ രാംഗോപാൽ വർമ്മ ടോക്സിക് ട്രെയിലർ കണ്ട ശേഷം പങ്കുവച്ച അഭിപ്രായമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. യാഷ് നായകനാകുന്ന ടോക്സിക്കിന്റെ ട്രെയിലർ കണ്ട ശേഷം സ്ത്രീ ശാക്തീകരണത്തിന്റെ ആത്യന്തിക ഉദാഹരണമാണ് ഗീതു മോഹൻദാസ് എന്നതിൽ എനിക്ക് സംശയമില്ല. ഈ സ്ത്രീ സംവിധായകയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പുരുഷ സംവിധായകനും പൗരുഷം പോരാ. ഇതിവർ ഷൂട്ട് ചെയ്തതാണെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് രാംഗോപാൽ വർമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. നടി ആലിയ ഭട്ട്, സംവിധായകൻ സന്ദീപ് വെങ്ക റെഡ്ഡി, കരൺ ജോഹർ തുടങ്ങിയവരും ടോക്സിക് ടീസറിനെ പ്രശംസിച്ചു. ട്രെയിലറിലെ ഇന്റിമേറ്റ് രംഗം വലിയ ചർച്ചയാകുന്നുണ്ട്. ഗീതു മോഹൻദാസിനെ പോലൊരു സംവിധായകയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് ചിലരുടെ അഭിപ്രായം. സിനിമയിലെ സ്ത്രീവിരുദ്ധ സീനുകൾക്കെതിരെ നിലപാടെടുക്കുന്നയാളാണ് ഗീതു മോഹൻദാസ്. എന്നിട്ട് അവർ സംവിധാനം ചെയ്ത സിനിമയിൽ ഇങ്ങനെ വന്നപ്പോൾ വലിയ ചോദ്യശരങ്ങളാണ് മലയാളത്തിൽ ഉയർന്നു വരുന്നത്. എന്നാൽ മറ്റൊരിടത്ത് വേറെ രീതിയിലുള്ള കണ്ടെത്തലുകൾ വരികയാണ്. ടോക്സിക്കിന് മുമ്പ് ഗീതു മോഹൻദാസ് ചെയ്തതാകട്ടെ മൂത്തോൻ പോലൊരു സിനിമയാണ്. അങ്ങനെ ചെയ്ത ഗീതു മോഹൻദാസ് ആണ് ഒരു പാൻ വേൾഡ് സിനിമ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നതും. സ്വവർഗ പ്രണയം പ്രമേയമാക്കിയിട്ടുള്ള ചിത്രമായിരുന്നു മൂത്തോൻ. ഈ സിനിമയിൽ ഇന്റിമേറ്റ് രംഗങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗീതു മോഹൻദാസ് നൽകിയ മറുപടിയാണിപ്പോൾ ചർച്ചയാകുന്നത്. നമ്മുടെ സമൂഹം ഒരു തരത്തിൽ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരെ പ്രവോക്ക് ചെയ്തിട്ട് കാര്യമില്ല. പതുക്കെ അവരെ പരിചയപ്പെടുത്തണം, പതിയെ അവരെ കംഫർട്ടബിൾ ആക്കണം. കണ്ടീഷൻ ചെയ്യപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ കംഫർട്ടബിൾ ആക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. പക്ഷേ ആക്ടേഴ്സിന് ഞാനൊരു ബ്രീഫും കൊടുത്തിട്ടില്ല. ഔട്ട് ഓഫ് ദ വേ പോയി അവർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തേനെ എന്നും ഗീതു മോഹൻദാസ് അന്ന് പറഞ്ഞിരുന്നു. ആക്ടേഴ്സിന് താൻ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നയാളാണെന്നും അവരുടെ സ്വാതന്ത്ര്യത്തിൽ മാജിക് സംഭവിക്കുമെന്നും ഗീതു മോഹൻദാസ് അന്ന് പറഞ്ഞിരുന്നു. ടോക്സിക്കിന്റെ മേക്കിങ്ങിൽ ഗീതുവിനേക്കാൾ യാഷ് കൈകടത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ വന്നിരുന്നു. അതേസമയം സിനിമാ രംഗത്ത് നിന്നും ടോക്സിക്കിന്റെ ട്രെയിലറിന് വലിയ വരവേൽപ്പാണ് ലഭിക്കുന്നത്. എന്തായാലും യഷിന്റെ കൈകടത്തലാണോ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകരെല്ലാം തട്ടി നോക്കുന്നത് KGFുമായി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു താരതമ്യം പ്രേക്ഷകരിൽ വരുന്നതും. അതിനൊപ്പം തന്നെ അവരുടെ പ്രതീക്ഷ ആ ലെവലിലുമായിരുന്നു. എന്തായാലും സിനിമ വന്നിട്ടില്ലല്ലോ. പിക്ചർ അഭി ബാക്കി ഹെ എന്ന് പറയുന്ന ഡയലോഗ് ഇപ്പോൾ പറയാം.